അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കുട്ടിയുടെ വീഡിയോ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ ആ കുട്ടിയുടേത് കണ്ടു. നമുക്കൊന്ന് കണ്ടു നോക്കാം. തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അവസ്ഥ ഏതുമാകട്ടെ, പ്രതീക്ഷ കൈവിടാതിരിക്കുക. സൂര്യപ്രകാശം എത്തും വരെയുള്ളൂ ഇരുട്ടിന്റെ ആയുസ്. സ്നേഹത്തോടെ ശുഭദിനം. ഓക്കെ, അപ്പോൾ കുട്ടി ഏറി വന്നാൽ ഒരു 10-11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഈ രൂപത്തിൽ സംസാരിക്കുവാനും അത് പ്രസൻറ്റ് ചെയ്യുവാനും കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ഒരു കഴിവുള്ള കുട്ടിയാണ്, നല്ല ബ്രില്യൻ്റായ കുട്ടിയാണ്. നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് എന്ത് പറയുന്നു അല്ലെങ്കിൽ ആര് പറയുന്നു എന്നതിനേക്കാൾ അതിൽ പ്രാധാന്യം എങ്ങനെ അവതരിപ്പിക്കുന്നു, അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യങ്ങളായിരിക്കും കുട്ടി പറയുന്നത്, നമുക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ആ കുട്ടി ആ കാര്യം അത് പഠിച്ച് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് അത് മറ്റു ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവ് കൂടെ അതും വേണം. നമുക്ക് ഒരുപാട് അറിവുള്ളത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ടും എന്നതിലുപരി അത് മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സ് ആ കുട്ടിക്കുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് കുട്ടിയെ അഭിനന്ദിക്കാം. നല്ല ബ്രില്യൻ്റായ കുട്ടിയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. കേവലം പുസ്തകം, പഠനം, മദ്രസ, സ്കൂള് എന്നതിലുപരി ഒരുപാട് കഴിവുകളുള്ള പുസ്തകത്തിൽ മാത്രം തളച്ചിടപ്പെടേണ്ട കുട്ടികളല്ല. നമ്മുടെ മദ്രസകളിലും സ്കൂളിലുമൊക്കെ ഇത്തരം ഒരു ആക്ടിവിറ്റി കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഭകൾ നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെ ആയിരിക്കാം അത്തരം കഴിവുണ്ടായിരിക്കും. പഠനത്തിലൊക്കെ വലിയൊരു താല്പര്യമില്ല എങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. കേവലം മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കുറേ ഗെയിം കളിച്ചിട്ടും അല്ലെങ്കിൽ അതിൽ കുറേ വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാതെ ആ കുട്ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കഴിവ് തെളിയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ കുട്ടികൾക്ക് നല്ല കഴിവുകളുണ്ടാവും. നമുക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുന്ന കുട്ടികളുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും കുട്ടികളിൽപ്പെട്ട ഒരു കഴിവാണ്. പഠനത്തിൽ കഴിവുള്ളവരുണ്ടായിരിക്കും, കായിക സ്പോർട്സ് മേഖലയിൽ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും, സംസാരിക്കുന്നതിൽ കഴിവുള്ള കുട്ടികളുമുണ്ട് എന്നതാണ് ഈ കുട്ടിയുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നെഗറ്റീവുകൾ വരും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പറയുന്ന കാര്യം 100% ശരിയാണ്, നല്ല കാര്യങ്ങളാണ്. ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ കണ്ടു, വീഡിയോസൊക്കെ എല്ലാം നല്ല, നമ്മൾ സാധാരണ മോട്ടിവേഷൻ ഒക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് കുട്ടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വേണ്ടാത്ത കാര്യങ്ങളൊന്നും കുട്ടി പറയുന്നില്ല. ഒരു പക്ഷേ ആ പറയുന്ന കാര്യം എന്താണ് എന്ന് കുട്ടിക്ക് അറിയില്ല എങ്കിൽ പോലും കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഇന്നതാണ് പറയുന്നത് എന്ന്, കേൾക്കുന്നവരിപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലായാൽ മതി. കുട്ടിയെ കൊണ്ട് ചിലപ്പോൾ അത് കാണാപ്പാഠം പഠിപ്പിച്ചതായിരിക്കാം, ബൈഹാർട്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം, എന്നിട്ടത് വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് ഷെയർ ചെയ്യാനുമുള്ളൊരു സന്മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടായി. അതിൽ നമുക്ക് കുട്ടിക്ക് 100-100 മാർക്ക് തന്നെ കൊടുക്കാം. വീഡിയോ ചെയ്യുന്നത് തുടരുക. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ സാധിക്കട്ടെ. ആളുകൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും വീഡിയോ നിർത്തരുത്. മാതാപിതാക്കളോടും ആ കുട്ടിയോടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടി തുടരട്ടെ. എല്ലാവിധ ആശംസകളും സപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് നമുക്ക് 100-100 മാർക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും.